പ്രായമാകുന്നതിനനുസരിച്ച് ആളുകളുടെ അസ്ഥിയുടെ കട്ടി കുറഞ്ഞു വരും. ഇതിനാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അസ്ഥിയുടെ കട്ടി കുറഞ്ഞു വരുമ്പോഴത്തേക്കും തെറ്റിദ്ധരിക്കരുത് അതിൻ്റെ അകത്തെ കാൽസ്യം മാത്രമാണ് കുറഞ്ഞു പോകുന്നതെന്ന്. കാൽസ്യം മാത്രമല്ല, അസ്ഥിയുടെ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ടിഷ്യൂ ഉണ്ടല്ലോ, അതും കാൽസ്യവും ഉൾപ്പെടെ മൊത്തത്തിൽ ഉള്ള അസ്ഥിയുടെ കട്ടിയാണ് ഈ ഓസ്റ്റിയോപോറോസിസിൽ കുറയുന്നത്. ഈ ഓസ്റ്റിയോപോറോസിസ് കാരണം കൂടുതൽ ഒടിവുകൾക്കും എല്ലാം കാരണമാവുകയും ചെയ്യും. പ്രായമായവരിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക ഒടിവുകളും ആൾക്കാർ പറയും വീണിട്ട് ഒടിഞ്ഞുവെന്ന്. പക്ഷേ മിക്കപ്പോഴും ആളുടെ വെയിറ്റ് താങ്ങാൻ സാധിക്കാതെ അസ്ഥി ഒടിയുകയും അതുമൂലമാണ് ആൾക്കാർ വീഴുന്നത്. അതുകൊണ്ട് ഈ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളത് ഒടിവിന് വളരെയധികം കാരണമാകുന്ന ഒരു അവസ്ഥയാണ്. ഈ ഓസ്റ്റിയോപോറോസിസിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഓസ്റ്റിയോപോറോസിസിനായിട്ടുള്ള മരുന്നുകളുണ്ട്, അതിനായിട്ടുള്ള ഡയറ്റുകളുണ്ട്. ആ ഡയറ്റിൻ്റെ അകത്ത് കാൽസ്യവും വൈറ്റമിൻ ഡിയും കൂടുതലുള്ള ഡയറ്റുകൾ കഴിക്കുക, ഹൈ പ്രോട്ടീൻ ഡയറ്റുകൾ എടുക്കുക. ഇതൊക്കെ ഓസ്റ്റിയോപോറോസിസിന് ഡയറ്റിൽ ചെയ്യാവുന്നത്. മറ്റൊരു കാര്യം, ഓസ്റ്റിയോപോറോസിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം, പ്രായമായ ആളുകൾക്ക്, ഒരു 40 കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് എക്സസൈസുകൾ പതിവാകുക. എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് നടത്തം മാത്രമല്ല, വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസുകൾ, ഭാരം എടുത്തിട്ടുള്ള എക്സസൈസുകൾ പതിവാക്കിയാൽ അസ്ഥിയുടെ കട്ടി കൂട്ടും എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ പ്രായമായവർ വ്യായാമത്തിൽ ശ്രദ്ധിക്കുക.